അവള് വന്നോ? വന്നു, അപ്പുറത്തുണ്ട്. ഓ, മദാമ എത്തിയോ? നിന്നെ വാങ്ങാൻ ചെട്ടിയാരേക്കാൾ പണമുള്ളവർ ആരടി ഇവിടെ ഉള്ളത്? ഞാൻ എന്നെ വിൽക്കാൻ പോയതല്ല. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മൾ തമ്മിലുള്ള പങ്കുവെച്ചോടം ഇന്ന് അവസാനിക്കുകയാണ്. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. നമ്മൾ തമ്മിൽ ഒരു പങ്കുവെച്ചോടം മാത്രമാണോ ഉണ്ടായിരുന്നത്? അതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? അങ്ങനെയാണോ നമ്മൾ ഇതുവരെ ജീവിച്ചത്? ഇനിയിപ്പോ അങ്ങനെ വിചാരിച്ചാൽ മതി. ശിവേട്ടനെ ആദ്യമായി ഈ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരുമ്പോ ഞാനും അങ്ങനെയാ വിചാരിച്ചത്. പിന്നീട് അതല്ലാതെയായി. ശിവേട്ടൻ എന്റെ എല്ലാമായി. എനിക്കാരുടെയും സ്വന്തമാകാൻ കഴിയില്ല. എന്നെ ആർക്കും വിൽക്കാനും ഞാൻ തയ്യാറല്ല. ശിവേട്ടൻ എന്നെ സ്നേഹിച്ചില്ലേ? എന്റെ എല്ലാമായി ഞാൻ ശിവേട്ടനെ സ്നേഹിച്ചതല്ലേ? ഒരിക്കൽ ഞാൻ സ്നേഹിച്ചാണ്. ആ സ്നേഹമാണ് ഇന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഇന്ന് എനിക്ക് ഒരാളോട് മാത്രമേ സ്നേഹമുള്ളൂ, എന്നോട് മാത്രം. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അതിനു മുമ്പ് നീയും ഞാനുമായിട്ടുള്ള കണക്ക് പറയണം. അതിനാണ് നീ വരുന്നവരെ ഞാൻ കാത്തുനിന്നത്. എന്റെയും നിങ്ങളുടെയും എന്നൊരു കണക്ക് ഞാൻ സൂക്ഷിച്ചിട്ടില്ല. എല്ലാം നമ്മുടേതാണെന്നാണ് ഞാൻ കരുതിയത്. ഞാനങ്ങനെ കരുതുന്നില്ല. നമുക്ക് കിട്ടിയത് നമുക്ക് പങ്കുവയ്ക്കാം. നിനക്കുള്ളത് നിനക്ക്, എനിക്കുള്ളത് എനിക്ക്. ശിവേട്ട, എന്താ മടിയുണ്ടോ? ഓഹരിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്. നാളെ എന്തെങ്കിലും ആ ഓഹരിക്ക് വേണ്ടി നീ കണക്ക് പറയാതിരിക്കാൻ വേണ്ടിയാ. ഇതാ കിട്ടിയത് മുഴുവൻ ഇതിലുണ്ട്. ഇത് മുഴുവൻ ശിവേട്ടനെടുക്കാം. പകുതിയിലധികം ഇതിനകത്ത് വാങ്ങാൻ നിന്റെ സൗജന്യമൊന്നും എനിക്ക് ആവശ്യമില്ല. നാളെ ഞാൻ പോകും. ഞാൻ മാത്രമല്ല, ഞാനും സോഫി. എങ്ങോട്ടെന്ന് ചോദിക്കാൻ എനിക്ക് അവകാശമില്ലല്ലോ. എങ്ങോട്ടാണെന്ന് പറയാൻ എനിക്ക് പറഞ്ഞുകൂടാ. പക്ഷേ എന്തിനാണെന്ന് പറയാം. പണം ഉണ്ടാക്കാൻ. കൂടെ ഞാനും വരാം ശിവേട്ട. ശിവേട്ടന് ഒരിക്കലും ഞാനൊരു ശല്യമാവില്ല. വേണ്ട, നീ എന്നെ സ്നേഹിക്കുന്നവളാണ്. എന്നെ സ്നേഹിക്കുന്നവരാരും എന്റെ കൂടെ പാടില്ല. ചേച്ചി, നീ വരുന്നുണ്ടോടി? ശിവേട്ട, പോകരുത് ശിവേട്ട. എന്നെ ഇവിടെ ഒറ്റയ്ക്കായിട്ട് പോകല്ലേ ശിവേട്ട. ശിവേട്ട, പോകരുത് ശിവേട്ട. ശിവേട്ട, സോഫി ആദ്യമായി വീട്ടിൽ വന്നപ്പോ എന്നെ കുറിച്ച് സോഫിയോട് ശിവേട്ടൻ എന്താ പറഞ്ഞത്? ഞാൻ ശിവേട്ടന്റെ ഭാര്യയാണെന്നല്ലേ? ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. ശിവേട്ടനും കൂടി ചോറ് തരാൻ വേണ്ടിയാണ് ഞാൻ കണ്ടവരുടെ കൂടെ പോയത്. ശിവേട്ടനെ കണ്ടുമുട്ടിയപ്പോഴാണ് എനിക്കൊരു പുതിയ ജീവിതം ഉണ്ടായത്. ശിവേട്ട, എന്നെ വിട്ടേച്ച് പോകല്ലേ ശിവേട്ട, എന്നെ വിട്ടേച്ച് പോകല്ലേ. സോഫി, ഒന്ന് പറയൂ സോഫി. നീ വരുന്നുണ്ടോ? ശിവേട്ട, ഓടി വരുന്നു.
മുതലാളി ഉണ്ടോ? இல்ல. അപ്പയ്യ എവിടെ ഉണ്ടോ? உள்ள இருக்கு. நீங்க யாரு? ഞാൻ അപ്പയ്യയുടെ ഒരു സുഹൃത്താ. போங்க. മധുവിലക്ക് കരുണാനിധി വശനത്തിൽ ജയശങ്കർ നടിക്കും പുതിയ പടം. അപ്പയ്യ யாரு? ശിവനാ? നീ എപ്പോ വന്നത്? ഇപ്പൊ വന്നതേ ഉള്ളൂ, വരുന്ന വഴിയാ. அப்பையா, இது யாரு? எனக்கு தெரிஞ்ச ஒரு பையனம்மா. எதுக்காக இங்க வந்திருக்காரு? ஏதாவது வேலை கிடைக்கிறதுக்காக வந்தோம். செட்டியாருக்கும் தெரிஞ்சவன் தான். அப்பையா, நீங்க இன்னைக்கு ஒர்க் ஷாப்புக்கு போகணும். வண்டி வேணும். ஃபியட் ரிப்பேர் கொடுத்து 3 நாள் ஆச்சு. அந்த மணி என்ன இப்படி பண்றான்? எனக்கு சாயங்காலம் வெளியே போகணும், வண்டி வேணும். അവരേതാ? ചെട്ടിയാർ സംസാരം. ഞാൻ വന്നവർക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. പിടിക്കില്ലേ? എന്നാ ചെട്ടിയാർക്ക് പിടിച്ചാച്ചേ? നല്ല തന്റേടിയാന്ന് തോന്നുന്നു. നീ അതൊന്നും പാക്ക വേണ്ട, വാ. உனக்கு தங்கறதுக்கு வசதியான வேணும், அது நான் ஏற்பாடு பண்ணி கொடுக்குறேன். என்ன சௌக்கியமா இருக்கா? டிஃபின் கிஃபின் எல்லாம் சாப்பிட்டாச்சா? ஸ்ட்ரெயிட்டா அம்பட்ட வாராவன். എന്റെ മോൾ എവിടെ സിസ്റ്റർ? മേലെ ഉണ്ട്. എന്റെ മോൾക്ക് എന്ത് പറ്റി സിസ്റ്റർ? ഒന്നുമില്ല, വിഷമിക്കാതിരിക്കും. ഡോക്ടർ അകത്തുണ്ട്, എക്സാമിൻ ചെയ്യുകയാണ്. എന്റെ മോൾ ഇങ്ങനെ വിഷമിച്ചാണ്. മമ്മിയെ വിട്ടുപോയി ഇല്ലേ? മമ്മി ഒറ്റയ്ക്കാണ് ഇവിടെ നിന്ന് മോൾക്കറിയില്ലേ? മമ്മിക്കിനി ആരുണ്ട് മോളെ? മമ്മി വന്നു മോളെ. മമ്മി തീർച്ചയായും വരാമെന്ന് പ്രോമിസ് ചെയ്തല്ലേ? മമ്മിയോടൊരു വാക്ക് പറയാൻ പോലും മോള് കാത്തു നിന്നില്ലല്ലോ. അവൾ പോയി സിസ്റ്റർ, എന്നെ വിട്ടേച്ച് അവൾ പോയി കളഞ്ഞു.